മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നവരാണോ, കളിയാക്കുന്നവരാണോ എങ്കിൽ ആ മക്കൾക്ക് നിങ്ങളോട് മനസ്സിനുള്ളിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാകാൻ അത് കാരണമായി തീരും. നാം ശ്രദ്ധിക്കേണ്ട, മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിരിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഒന്നാമത്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ശകാരിക്കാനോ ചീത്ത പറയാനോ പാടില്ല. നമ്മുടെ മക്കളെ മറ്റു കുട്ടികളുമായി ഒരിക്കലും താരതമ്യപ്പെടുത്തരുത്. ചില രക്ഷിതാക്കൾക്കുള്ള ഒരു സ്വഭാവമാണത്. നീ അവനെ കണ്ടു പഠിക്ക്, നീ ഇവനെ കണ്ടു പഠിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളോട് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം ചില രക്ഷിതാക്കൾക്കുണ്ട്. അങ്ങനെ പറയാതെ നീ നന്നാവും, നീ അവനേക്കാൾ ഉഷാറാവാൻ കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഉന്നതിയിലെത്തിക്കാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ താഴ്ന്നവരിലേക്ക് നോക്കിയിട്ട് അവരെ ഉയർത്താൻ വേണ്ടി നാം പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായി കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ വഴക്കുകൂടരുത്. ഭാര്യയും ഭർത്താവും സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചുകൊണ്ട് വഴക്കുകൂടുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന സ്വഭാവം ചില വീടുകളിലൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്ന് നാം ആദ്യം നന്നാവുകയും എന്നാൽ നമ്മുടെ മക്കളെ നല്ല സൽസ്വഭാവികളായി വളർത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കണം ആ കാര്യം. നാലാമത്തത്, ചെറിയ കുട്ടികളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ അതല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചതിൻ്റെ പേരിൽ പ്രേതം വരും, ഭൂതം വരും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഒരു സമ്പ്രദായം, ഒരു സ്വഭാവം നമ്മുടെ ഉമ്മമാർക്കിടയിലുണ്ട്. അത്തരം സ്വഭാവം നിർബന്ധമായും നമ്മുടെ ഉമ്മമാർ മാറ്റേണ്ടതാണ്. കാരണം ആ കുട്ടി വലുതാകും തോറും ആ കുട്ടിയുടെ മനസ്സിനുള്ളിൽ ഒരു ഭൂതം, ഒരു പ്രേതം, ഒരു പേടിപ്പെടുത്തുന്ന എന്തോ ഒരു സംഗതി ഉണ്ട് എന്നുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടാകും. അവർ വലുതാകും തോറും ആ ഭയം അവരിൽ നിന്ന് വിട്ടുപോകാതെ അവരിൽ തന്നെ ഉണ്ടാവുകയും ഭാവിയിൽ അവർ പേടിയുള്ളവരായി മാറാൻ കാരണമായി തീരുകയും ചെയ്യും. നിങ്ങളുടെ ഈ ഭയപ്പെടുത്തൽ, ഈ സ്വഭാവം അത് നാം മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആറാമതായി കൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളോട് ഉച്ചത്തിൽ സംസാരിക്കുകയും കൂടുതൽ ശബ്ദമിട്ട് സംസാരിക്കുക, എന്തെങ്കിലും പറഞ്ഞത് കേൾക്കാത്തതിൻ്റെ പേരിൽ വളരെ അട്ടഹസിച്ചുകൊണ്ട് വലിയ ശബ്ദത്തിൽ കുട്ടികളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവരെ അടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ചില രക്ഷിതാക്കളിലൊക്കെയുണ്ട്. അത്തരം രക്ഷിതാക്കളൊക്കെ അത് മാറ്റാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികളിൽ വരുന്ന തെറ്റുകളെ അവരാ തെറ്റ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ തെറ്റിൽ നിന്ന് അവരെ പടിപടിയായി മാറ്റാൻ വേണ്ടിയാണ് സ്നേഹത്തോടെ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ മാറ്റാൻ വേണ്ടി ശ്രമിക്കണം. എന്നാൽ നമ്മുടെ മക്കളെ നമുക്ക് നല്ല കുട്ടികളായി മാറ്റിയെടുക്കാൻ കഴിയും. ഈ 6 കാര്യങ്ങൾ നിർബന്ധമായും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും നമ്മുടെ വീഡിയോയിലൂടെ, നമ്മുടെ ചാനലിലൂടെ വരുന്നതായിരിക്കും. കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.